അടുത്തത് സക്സസീവ് ഡിഫറൻസസ്. വി നോ ദാറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഗിവ് ദ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യമാണ്. അതായത് കോൺസിക്യൂട്ടീവായിട്ടുള്ള രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാണ്? 1, 4, 9, 25 ഇങ്ങനെയുള്ളതാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലേ. അപ്പോൾ ഇതിലെ കോൺസിക്യൂട്ടീവായിട്ടുള്ള രണ്ട് പെർഫെക്റ്റ് സ്ക്വയറുകളെ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ 4ഉം 1ഉം സബ്ട്രാക്റ്റ് ചെയ്താൽ 3 കിട്ടും, 9ഉം 4ഉം സബ്ട്രാക്റ്റ് ചെയ്താൽ 5 കിട്ടും. അപ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഒബ്സർവ് ദ ഫിഗർ ബിലോ വേർ ദ ഡിഫറൻസസ് ആർ കമ്പ്യൂട്ടഡ് സക്സസീവ്ലി ഫോർ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ആഫ്റ്റർ 2 ലെവൽസ് ഓൾ ദ ഡിഫറൻസസ് ആർ ദി സെയിം. അപ്പോൾ നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതായത് സക്സസീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ സബ്ട്രാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഓഡ് നമ്പേഴ്സാണ് കിട്ടുക എന്ന് പറഞ്ഞു. അങ്ങനെ 2 ലെവലുകൾ ചെയ്ത് കഴിയുമ്പോൾ ഡിഫറൻസ് നമുക്ക് സെയിം ആയിട്ട് കിട്ടും. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് നോക്കിയാൽ 1, 4, 9, 16, 25, 36 എക്സെട്ര ഇതാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അപ്പോൾ കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ്, അതായത് 1ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താ? 4 - 1 ദാറ്റ് ഈസ് 3, 9 - 4 5, 16 - 9 7, 25 - 16 9, 36 - 25 11. ഇനി വീണ്ടും അപ്പോൾ ഇത് ലെവൽ 1 ആണ്. ഇനി ലെവൽ 1ലെ ഈ ഓഡ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് 5 - 3 2, 7 - 5 2, 9 - 7 2, 11 - 9 2. അപ്പോൾ രണ്ടാമത്തെ ലെവൽ വന്നപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറൻസ് സെയിം ആയിട്ട് കിട്ടി. എവിടെയാണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ കേസിൽ. ഇനി നോക്കിയാൽ കമ്പ്യൂട്ട് സക്സസീവ് ഡിഫറൻസസ് ഓവർ ലെവൽസ് ഫോർ പെർഫെക്റ്റ് ക്യൂബ്സ് അണ്ടിൽ ഓൾ ദി ഡിഫറൻസസ് അറ്റ് എ ലെവൽ ആർ ദി സെയിം. വാട്ട് ഡു യു നോട്ടീസ്? അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് പെർഫെക്റ്റ് ക്യൂബ്സ് ആണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ സക്സസീവ് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിഫറൻസ് സെയിം ആകുന്നത് എത്രാമത്തെ ലെവലിലാണോ അതുവരെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ എന്താണ് അവിടെ നോട്ടീസ് ചെയ്യുന്നതെന്നുള്ളതും പറയാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടൊന്ന് ചെയ്ത് കാണിക്കാം. അപ്പോൾ പെർഫെക്റ്റ് ക്യൂബ്സ് ആണല്ലേ. അപ്പോൾ ഞാനത് ഒന്നുകൂടി ഇങ്ങോട്ട് എടുത്തെഴുതുന്നു. 1, 8, 27, 64, 125, 216. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 1ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? 8 - 1 ദാറ്റ് ഈസ് 7. അടുത്തത് 27ഉം 8ഉം കൂടെയുള്ള ഡിഫറൻസ് 27 - 8 ദാറ്റ് ഈസ് 19. അടുത്തത് 27ഉം 64ഉം തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 64 - 27 എന്ത് വരും? 37. അടുത്തത് 64ഉം 125ഉം തമ്മിലുള്ള ഡിഫറൻസ് അതെങ്ങനെ കണ്ടുപിടിക്കാം? 125 - 64 ദാറ്റ് ഈസ് 61. അടുത്തത് 216 - 125 ഡിഫറൻസ് ഈസ് 91. ഇനി അടുത്ത നമ്മൾ ഇപ്പോൾ ഇത് ലെവൽ 1 ആണ് നമ്മളിപ്പോൾ ചെയ്തത് കേട്ടോ. ദിസ് ഈസ് ലെവൽ 1. ഇനി അടുത്തത് ലെവൽ 2 ചെയ്യാൻ പോവാണ്. ലെവൽ 2 നമുക്ക് ഡിഫറൻസ് സെയിം ആയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇനി അടുത്ത ലെവൽ ചെയ്യുന്നു. അടുത്ത ലെവൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 19 - 7 ദാറ്റ് ഈസ് 12. അടുത്തത് 37 - 19 ദാറ്റ് ഈസ് 18. അടുത്തത് 61 - 37 ദാറ്റ് ഈസ് 24. അടുത്തത് 91 - 61 ദാറ്റ് ഈസ് 30. ലെവൽ 2വിലും നമുക്ക് എന്ത് കിട്ടിയില്ല? ഡിഫറൻസ് സെയിം ആയിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളിനി അടുത്തത് ലെവൽ 3യിലോട്ട് പോന്നു. ലെവൽ 3യിൽ അടുത്തത് 18 - 12 ഇത് തമ്മിലുള്ള ഡിഫറൻസ് ദാറ്റ് ഈസ് 6. അടുത്തത് 24 - 18 ദാറ്റ് ഈസ് 6. അടുത്തത് 30 - 24 ദാറ്റ് ഈസ് 6. അപ്പോൾ ലെവൽ 3യിൽ വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിഫറൻസ് ഇവിടെ സെയിം ആയിട്ട് കിട്ടി. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത്? പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ കേസിൽ 2 ലെവൽ ചെയ്തപ്പോൾ നമുക്ക് ഡിഫറൻസ് സെയിം ആയിട്ട് കിട്ടി. ക്യൂബിൻ്റെ കേസിൽ, പെർഫെക്റ്റ് ക്യൂബ്സിൻ്റെ കേസിൽ 3 ലെവലുകൾ ചെയ്തപ്പോഴാണ് നമുക്ക് ഡിഫറൻസ് സെയിം ആയിട്ട് കിട്ടിയത്. ഓക്കെ.
അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പോർഷൻസ് മതി. ഇനി നമുക്ക് അടുത്ത പോർഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.